ഈ തൊഴിലില്ലായ്മ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനൊരു മറുപടി നൽകുക? രണ്ട് മൂന്ന് കാര്യം. രാഷ്ട്രീയം ഒരു ഭാഗമാകുന്നുണ്ടോ? ഇല്ല, രാഷ്ട്രീയം ഒന്നും ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഗവർണൻസ് ഒരു ഭാഗമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരെവിടെയാണ് സെറ്റിൽഡ് എന്ന് ചോദിച്ചാൽ പലരും പറയും ഞാനിപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, അതെ അതെ, ഞാനിപ്പോൾ ചെന്നൈ സെറ്റിൽഡാണ്, അവിടെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഞാൻ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുന്നു. എൻ്റെ പരിചയത്തിൽ ഒരു നോർത്ത് ഇന്ത്യനോ ഒരു തെലുങ്കനോ ഇല്ല ഞാനിപ്പോൾ കേരളത്തിൽ സെറ്റിൽഡാന്ന് പറയുന്നൊരു വ്യക്തി. അതില്ല, സത്യമാണ്. ഇപ്പോൾ ടെക്നോ പാർക്ക് കേരളത്തിൽ വരുന്നത് 90കളുടെ തുടക്കത്തിലാണ്. ബാംഗ്ലൂർ എന്നൊരു IT ഹബ്ബൊന്നും അല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളാണ് ആദ്യമേ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ബാംഗ്ലൂർ എവിടെ എത്തി നിൽക്കുന്നു? അതെ, കറക്റ്റാണ്. നമ്മുടെ എവിടെ എത്തി നിൽക്കുന്നു? എത്ര പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് ബാംഗ്ലൂർ തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇവിടെ കർണാടകയിൽ BJP മാത്രമല്ല അധികാരത്തിൽ, കോൺഗ്രസും അധികാരത്തിലുണ്ടായിരുന്നു. പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലീഡർഷിപ്പിന്, അത് കോൺഗ്രസും ആയിക്കോട്ടെ BJPയും ആയിക്കൊള്ളട്ടെ, അവിടുത്തെ ലീഡർഷിപ്പിന് ജനങ്ങൾക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മാർഗം അറിയാമായിരുന്നു. ഞാൻ വീണ്ടും ശശി തരൂരിലേക്ക് വരികയാണ്. ഇന്നലെ ഹോർത്തൂസിൽ അദ്ദേഹം തന്നെ ഇതിന് ഉത്തരം പറഞ്ഞു. ഒരു നാട്ടിൽ തൊഴിൽ വരണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആദ്യമേ വരേണ്ടത് വ്യവസായങ്ങളാണ്. വ്യവസായങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വരേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വരേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവൺമെൻറ്റാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ വീണയുടെ എറണാകുളം ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വലിയൊരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും? പിന്നെ അവൻ കഷ്ടപ്പെട്ട് ഈ വിദേശത്തേക്ക് പോകുന്ന പിള്ളേരൊന്നും അത്ര നല്ല തൊഴിലൊന്നും അല്ല കേട്ടോ പോകുന്നത്. കുറച്ച് പേര് നല്ല തൊഴിലിന് പോകുന്നുണ്ട്. ഒട്ടുമിക്കാൽ പോകുന്നത് ബ്ലൂ കോളർ വർക്കിനാണ്. ഇത്രയുള്ള വ്യത്യാസം. ഇവിടെ ചെയ്യുന്ന പണിക്ക് അവിടെ 1 ലക്ഷം രൂപ കിട്ടും മാസം സാലറി. അത് അവനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മാത്രം കേട്ടോ അവന് വീട്ടിലേക്ക് ഒരു 10-20,000 രൂപ തിരിച്ചയക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഈ പിള്ളേർ പോകുന്നത്. അല്ലാതെ അത്ര മെച്ചപ്പെട്ട ഒരു ജോലി ആയതുകൊണ്ടൊന്നുമല്ല. അവിടെ പോയിട്ട് പ്രായമായവരുടെ ഡയപ്പർ മാറ്റുക അങ്ങനെയുള്ള പണിക്കൊക്കെ ഇവർ പോകുന്നത്. നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് നല്ലതായിട്ടൊരു പഠനം പോലും കേരളം നടത്തിയിട്ടില്ല.